ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ 17. സേവിക്കാനുള്ള വെല്ലുവിളി. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും വന്നതുപോലെ തന്നെ. മത്തായിയുടെ സുവിശേഷം 20 അധ്യായം 28 13 വയസ്സ് മാത്രമേ ഉള്ളൂവെങ്കിലും മറ്റുള്ളവരെ സേവിക്കാനുള്ള ഒരു വെല്ലുവിളി ഡി അവിയോൺ ഏറ്റെടുത്തു. വേനൽ അവധിക്കാലത്ത് സൗജന്യമായി 50 പുൽത്തകിടികൾ വെട്ടിക്കൊടുക്കാൻ കുട്ടികളെ ആഹ്വാനം ചെയ്ത ഒരാളെക്കുറിച്ചുള്ള ഒരു കഥ അവനും അവൻ്റെ അമ്മയും കേട്ടിരുന്നു. ജോലിയിൽ നിന്ന് വിരമിച്ചവർ, അവിവാഹിതരായ അമ്മമാർ, അംഗപരിമിതർ അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവർ എന്നിവരെ സഹായിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്ഥാപകൻ, അതായത് 50 സംസ്ഥാനങ്ങളിൽ 50 പുൽത്തകിടികൾ വെട്ടിയിരുന്നു. തൊഴിൽ ധാർമ്മികതയുടെ പ്രാധാന്യം പഠിപ്പിക്കുന്നതിനും സമൂഹത്തിന് തിരികെ നൽകുന്നതിനുമുള്ള വെല്ലുവിളി സൃഷ്ടിച്ചു. വേനൽക്കാലത്തെ കഠിനമായ ചൂടും മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയും ഉണ്ടായിട്ടും ഈ കൗമാരക്കാരൻ മറ്റുള്ളവരെ സേവിക്കുന്നത് തിരഞ്ഞെടുക്കുകയും വെല്ലുവിളി പൂർത്തിയാക്കുകയും ചെയ്തു. സേവിക്കാനുള്ള വെല്ലുവിളി യേശുവിൽ വിശ്വസിക്കുന്നവർക്കും നേരെയുള്ളതാണ്. സകല മനുഷ്യർക്കും വേണ്ടി മരിക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി യേശു തൻ്റെ സ്നേഹിതരോടൊപ്പം അത്താഴം കഴിച്ചു. താൻ ഉടനെ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും യേശു നന്നായി അറിഞ്ഞിരുന്നു. എന്നിട്ടും യേശു ഭക്ഷണത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു തോർത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുവാൻ തുടങ്ങി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി, എങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് യേശു അവരോട് പറഞ്ഞു. എളിമയുള്ള ദാസനും നമ്മുടെ മാതൃകയുമായ യേശു ആളുകളെ കരുതി. അവൻ അന്ധരെയും രോഗികളെയും സുഖപ്പെടുത്തി തൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം ഉപദേശിച്ചു. യേശുവിൻ്റെ സ്നേഹിതർക്കായി തൻ്റെ ജീവൻ നൽകി. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ ആരെ സേവിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നതെന്ന് യേശുവിനോട് ചോദിക്കുക. ചിന്തിക്കുക. ദൈവത്തിൻ്റെ സ്നേഹവും അനുകമ്പയും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അർത്ഥവത്താകുന്നത് എന്തിലാണ്? ഈ ആഴ്ച മറ്റുള്ളവരെ സേവിക്കാൻ നിങ്ങളുടെ വരങ്ങളും കഴിവുകളും എങ്ങനെ ഉപയോഗിക്കാൻ കഴിയും? ദൈവത്തിന് മഹത്വം.